ഒരു പൊതുവായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അത് ഫാദറിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അതിൽ പോരായ്മകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദേശ രാജ്യങ്ങൾ തേടി പോകുന്നത്. വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ, ജോലിക്കായിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ടും വിദേശ രാജ്യങ്ങൾ തെരഞ്ഞുപിടിച്ചു പോകുന്നത്. അപ്പോ എന്താണ് ഫാദറിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു വിഷയത്തിൽ? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയ ചിന്തകന്മാർ തന്നെ പറയുന്ന ചോദ്യമാണ്. എങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഒന്നാമത് കുറവാണ്. രണ്ട്, പഠിക്കുന്ന ഇപ്പോൾ 10th പ്ലസ് 2 ഒക്കെ പഠിച്ചിട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് ഒരു കുട്ടി തരത്തിൽ വളർന്നു വരുന്നില്ല. എന്നിട്ട് ഇവൻ പഠിക്കുന്ന കോഴ്സ് ഇപ്പോൾ ബിടെക് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ആ ജോലി ചെയ്യാനുള്ള പിന്നീട് ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് ആ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യയിലെ ഈ എഡ്യൂക്കേഷൻ കോസ്റ്റ് വളരെ അധികമാണ്. ഒരു കോഴ്സ് പഠിക്കാനുള്ള കോഴ്സ് വളരെ അധികമാണ്. ഈ സൗജന്യ വിദ്യാഭ്യാസം എന്നൊരു സമ്പ്രദായം പലപ്പോഴും യൂറോപ്പ്, അമേരിക്ക പോലുള്ള വലിയ വലിയ കൺട്രികളിലൊക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ആ ഒരു സൗജന്യ വിദ്യാഭ്യാസം പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ ഏത് കോഴ്സ് പഠിക്കാനും, അത് സൗജന്യമായി പഠിക്കാനും, ആ മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കാനും, അവന്റെ കഴിവ് തെളിയിക്കാനൊരു അവസരം ഒരു നാട് കൊടുത്താൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ പോസിബിലിറ്റി. നമ്മുടെ നാടുകളിൽ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായിട്ടും വിജയകരമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല, അല്ലെ? അതിന്റെ വിജയകരമായി പറയാൻ അതിൽ തന്നെ പ്രശ്നമാണ്. ഗവൺമെന്റ് അതിന്റെ മെയിൻ പറയാനുള്ള കാരണം ഇന്ത്യയിൽ എത്ര സിലബസ് ഉണ്ട്? CBSEക്ക് ഒരു സിലബസ്, ICSEക്ക് ഒരു സിലബസ്, ഗവൺമെന്റുകാർക്ക് ഒരു സിലബസ്, ഇംഗ്ലീഷ് മീഡിയത്തിന് വേറൊരു സിലബസുകളുടെ ഒരു മേളയാണ് നടക്കുന്നത്. കാശുള്ളവൻ, കുറച്ച് കാശുള്ളവൻ, ഒട്ടുമില്ലാത്തവൻ, പിന്നെ എനിക്ക് തോന്നുന്നു ആ പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സിലബസ് പോകുന്നതെന്ന് തോന്നുന്നു. ഒരു പാർഷ്യാലിറ്റി അതിൽ തന്നെ. തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് ഒരു സിലബസ്, ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം അത് നടപ്പാക്കി അത് ഫ്രീ ആയിട്ട് കൊടുത്താൽ തന്നെ ഏകദേശം ഒരു 90% പ്രശ്നങ്ങൾ തീരുമെന്ന്. തീർച്ചയായിട്ടും ആ ഒരു പാർഷ്യാലിറ്റി നിർത്തിയിട്ട് NCERT പോലുള്ള വലിയ വലിയ ഇതുണ്ട്. അവര് ഒരു NCERT ഒരു ടെക്സ്റ്റ് ഫ്രെയിം ചെയ്ത് ഇന്ത്യക്ക് ഫുൾ ആയിട്ട് ഒരു സിലബസ്, ഒരു രാജ്യം ഏതെങ്കിലും രാജ്യത്തുണ്ടോ ഇങ്ങനെ പല സിലബസ് കൊടുത്തുകൊണ്ടിരിക്കും? അപ്പോ പല രീതിയിലുള്ളതല്ല. എല്ലാ കുട്ടികളും ഒരു രാജ്യത്തെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ കാണും. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഒരേ രീതിയിലുള്ള, അങ്ങനെ മാത്രമല്ലയോ ഇപ്പോ നീറ്റ് പോലുള്ള പരീക്ഷകൾ വരുന്നു. ഇപ്പൊ കുറച്ച് പഠിക്കുന്നവർക്ക് ബാക്കി പിന്നെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് അല്ലെങ്കിൽ പുറത്തു പോയി പഠിച്ചിട്ടാണ് നീറ്റിന്റെ എക്സാം എഴുതേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കണമെന്നുണ്ട്, കഴിവുണ്ട്. അപ്പൊ ഇങ്ങനൊരു പ്രോബ്ലംസ് വരുമ്പോഴാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇത് പഠിച്ചു കഴിഞ്ഞ് ഇത്രയും കാശുമാക്കി പഠിച്ചു കഴിയുമ്പോഴത്തേക്കുള്ള ജോലി സാധ്യത അതും ഒരു ചോദ്യമായിട്ട് നിൽക്കും. പിന്നീട് ഒരു വിദേശത്ത് പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ കഴിവിനെ വളർത്താൻ തക്കവണ്ണം അവരുടെ കഴിവനുസരിച്ച് വിദ്യാഭ്യാസം അവർ സൗജന്യമായി കൊടുക്കാൻ പറ്റി, അത് കഴിഞ്ഞ് ആ ഒരു കഴിവിന് ആ മേഖലയിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന് ആ ജോലിക്കനുസരമായിട്ട് അവരെ വളർത്തിയാൽ നല്ലതാണ്. ഇപ്പൊ ഇന്ത്യ യൂറോപ്പിൽ നമ്മൾ ജർമ്മനിൽ പോകുന്നു എന്ന് പറയും. അപ്പൊ നഴ്സിംഗ് അവരുടെ എഡ്യൂക്കേഷൻ ടോട്ടലി ഫ്രീ ആണ്. ഇവർക്ക് ഈ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നത് മുഴുവൻ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയല്ല, അത് ടോട്ടലി ഫ്രീ ആയിട്ട് കൊടുക്കുക. ഏകദേശം വർഷം ഒരു 14-15 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം. അപ്പോ അവരുടെ അക്കോമഡേഷനും ഫുഡിന് വേണ്ടി മാത്രമാണ് ഇത് കൊടുക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഒരു കുട്ടിക്ക് ഇങ്ങോട്ട് ലഭിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിക്കായിട്ട് ഇപ്പോ ചിലപ്പോൾ ഒരു നഴ്സറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ആയിക്കോട്ടെ, ഒരു കിൻഡർ ഗാർഡൻ ആയിക്കോട്ടെ, നേരെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ലക്ഷങ്ങളാണ്, അല്ലെ? എടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നമ്മൾ സ്കൂളുകളിൽ ചേർക്കുമ്പോൾ അതിനുള്ളൊരു ഫലം നമുക്ക് തിരിച്ചു ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല പലപ്പോഴും, അല്ലെ? തീർച്ചയായിട്ടും വർത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ്. അതല്ല, അങ്ങനെ ലഭിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് ഈ പ്ലസ് 2 കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങൾ തേടി പോകില്ലായിരുന്നു പലപ്പോഴും, അല്ലെ? പലപ്പോഴും അങ്ങനെ ഒരു വർത്ത് പലപ്പോഴും പേരൻസിന് ലഭിക്കുന്നില്ല. എന്നാലും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ എല്ലാവരും പേരൻസ് ആഗ്രഹിക്കും. തീർച്ചയായിട്ടും ഒരു ഡെമോ എഫക്റ്റും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു സ്കൂൾ കാണുന്നു, ആ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ കേൾക്കുമ്പോൾ തന്നെ പേരൻസ് എന്ത് മുടക്കിയാണെങ്കിലും ശരി, ലോൺ എടുത്താണെങ്കിൽ ശരി, അത് കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അമ്പിളിമാമൻ ചോദിച്ചാലും കൊടുക്കുമെന്ന് പറയുന്നത് പോലെ എങ്ങനെയാണെങ്കിലും അത് കൊടുക്കാൻ തക്കവണ്ണമാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതി ഉള്ളപ്പോ ആ രാജ്യം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ മിക്കവാറും ഈ പാർഷ്യാലിറ്റികൾ ഒരുപാട് പറയും. ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, അത് എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും ശരി.
പലപ്പോഴും ഒരു രാജ്യം കൊടുക്കേണ്ട മെയിൻ രണ്ട് കാര്യങ്ങളാണ് എഡ്യൂക്കേഷനും ഹെൽത്തും. ഹെൽത്തും അവർ ഫ്രീ തീർച്ചയായിട്ടും. ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം. ഈ മേഖലയിലാണല്ലോ ഏറ്റവും കൂടുതൽ അതെ. ഒരു ഇപ്പൊ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ചെലവ് ഏത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിദ്യാഭ്യാസമാണ്. ഞാനൊരു പേരന്റ് ആണ്, എനിക്ക് കുഞ്ഞുണ്ട്, എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ള ആളാണ്. അപ്പോ ഒരു വിദ്യാഭ്യാസം വിടുക എന്നുള്ളത് വലിയൊരു ചെലവാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ എങ്ങനെ മീറ്റ് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്തൊരു. അല്ല, എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നത് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഹെൽത്ത് ആരോഗ്യ മേഖലയുമാണ് അല്ലെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു രണ്ട് മേഖലയിൽ നിന്നാണ് പലരും കൊള്ള ലാഭങ്ങൾ ഉണ്ടാക്കുന്നത്. ലാഭങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഒരു രാജ്യവിരുദ്ധവും കൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എന്നാലും തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു മേഖലയെ ഗവൺമെന്റ് കുറച്ചും കൂടെ ഒന്ന് ഏകീകൃതമായിട്ട് ഒരു കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോയാൽ തന്നെ ഇവിടുത്തെ ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ രീതികൾ മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കഴിവുള്ളവരാണ്, പിന്നെ തീർച്ചയായിട്ടും വിദേശത്ത് പോയി പോലും ഏറ്റവും ഉന്നതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അല്ല, നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ കഴിവ് മുഴുവൻ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ മറ്റു രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ആ രാജ്യങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യങ്ങൾ വളരെ കാണും. ഇവിടെ ഏത് മേഖലയിലാണ് കുട്ടികളില്ലാത്തത്? നാസയിൽ സയന്റിസ്റ്റുകൾ പോലും ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇല്ലേ? ആ ഒരു രീതിയിലേക്ക് കുട്ടികൾക്ക് കഴിവുള്ളപ്പോൾ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ ഒരു നഷ്ടമാണ്. ഏറ്റവും വലിയ രാജ്യത്തിന്റെ നഷ്ടമായിട്ട് അത് മാറുകയാണ് ഇപ്പോൾ. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ മറ്റു രാജ്യങ്ങള് അവരെ ഹയർ ചെയ്യാനുള്ള കാര്യം നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധി, അതൊക്കെ മനസ്സിലായിട്ട്. കാരണം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ബുദ്ധിക്കാണ്. തീർച്ചയായിട്ടും എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യന് മാത്രമേ എഫിഷ്യൻസി കൂടുന്നത്. ഒരു മെഷീൻ പോലും കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകും. പക്ഷെ മനുഷ്യൻ അത് പ്രവർത്തിക്കുന്നതനുസരിച്ച് ഏത് മേഖലയാണെങ്കിലും അവന്റെ എഫിഷ്യൻസി കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു എഫിഷ്യൻസി മനസ്സിലാക്കിയിട്ടാണ് ഏത് രാജ്യവും ഹയർ ചെയ്യുന്നത്. അപ്പൊ ഈ രാജ്യങ്ങളിലൊക്കെ സ്റ്റൈഫണ്ടോട് പഠിപ്പിക്കുന്നത് അവരുടെ സർവീസ്, അവരുടെ ആ നേടിയെടുക്കാൻ തക്കണം. അവർക്കൊരു നഷ്ടമേ ആകത്തില്ല. അത് അവർക്ക് ആ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് അത് മാറും. അത് മനസ്സിലാക്കാൻ നമ്മൾ താമസിക്കുന്നിടത്തോളം നമുക്ക് പ്രോബ്ലമാണ്. അതെ, തീർച്ചയായിട്ടും. അത് പലപ്പോഴും ഇതിനൊരു തീരുമാനം എടുക്കേണ്ട ആളുകൾ പോലും ഇതിനെതിരെ ഒരു മുഖം തിരിക്കുന്ന, അല്ലെങ്കിൽ അതൊരു കച്ചവടമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുണ്ട്. തീർച്ചയായിട്ടും നിലവിലുണ്ട്. അതിൽ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ നിൽക്കാം.